കുറച്ച് വർഷം നമ്മളൊന്ന് പിന്നോട്ട് പോയാൽ 29 രൂപയ്ക്ക് 200 MB ഇന്റർനെറ്റ് വൗച്ചർ വാങ്ങിയിരുന്ന ഒരു കാലം നമുക്ക് ഓർക്കാൻ കഴിയും. ഈ 2025 അങ്ങനെ ഒരു അവസ്ഥ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഗവൺമെന്റ് GST പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിലും ടെലികോം സർവീസിന് വ്യക്തിഗതം നൽകേണ്ട GST ഇപ്പോഴും ടാക്സ് 18% തന്നെയാണ്. ഈ ടെലികോം സർവീസിന്റെ കാര്യം എടുത്താൽ മൾട്ടിപ്പിൾ ടാക്സും റെഗുലേറ്ററി ചാർജുമാണ് അവ ഗവൺമെന്റിന് നൽകേണ്ടത്. ഇതുവരെ ഇന്ത്യയിൽ 16ഓളം ടെലികോം സർവീസ് ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ നിർത്തലാക്കിയിട്ടുണ്ട്. അതിന്റെ പിന്നിലെ വൺ ഓഫ് ദ മേജർ റീസൺ എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന് നൽകേണ്ടി വരുന്ന ഹെവി ടാക്സ് തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാക്കുകയും ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും തുടക്കം പറഞ്ഞ് 29 രൂപയുടെ 200 MB ഇന്റർനെറ്റ് വൗച്ചറിൽ നിന്നും അൺലിമിറ്റഡ് വോയിസ് കോൾ ആൻഡ് ഇന്റർനെറ്റ് ഇന്ത്യയിൽ എങ്ങനെ സാധ്യമായി? ഈ ടെലികോം ഓപ്പറേറ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഒരു ഹെവി ടാക്സിനെയും ഒരുപാട് റെഗുലേറ്ററി ചാർജസിനെയും മറികടന്ന് ആരാണ് ഇന്ത്യ 4G ഉപയോഗം സാധ്യമാക്കിയത്? അത് മറ്റാരുമല്ല, ഇന്ത്യയുടെ ടോപ്പ് റിച്ചസ്റ്റ് സ്പേസ് ആയി തുടർന്ന നമ്മുടെ റിലയൻസ് ജിയോ ഇൻഫോകോമിന്റെ സ്ഥാപകൻ മുകേഷ് അംബാനിയാണ്. ഐഡിയ, എയർടെൽ പോലുള്ള ഓപ്പറേറ്റേഴ്സ് ഇന്ത്യൻ ടെലികോം മാർക്കറ്റ് കൈയടക്കിയിരിക്കുന്നെങ്കിൽ പോലും അവരെല്ലാം പാൻ ഇന്ത്യൻ 4G അപ്ഗ്രേഡേഷനിൽ നിന്നും പിന്നോട്ട് വലിച്ചത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ഒരു ഹൈ സ്പെക്ട്രം കോസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നിലവിലെ സ്പെക്ട്രം ഉപയോഗിച്ച് കൂടുതലും വോയിസ് കോൾസും അവർ ഫോക്കസ് ചെയ്തിരുന്നു. എന്നിരുന്നാലും വളരെ ചെറിയ തോതിൽ ചില സിറ്റികൾ അവർ 4G സർവീസ് നൽകിയിരുന്നു. സ്പെക്ട്രം എന്നാൽ ഫോൺ കോൾസ്, SMS പോലുള്ള സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള സെറ്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസീസ് ആണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പാൻ ഇന്ത്യ സ്പെക്ട്രം ലൈസൻസ് ഉണ്ടായിരുന്ന ഒരു ഏക കമ്പനി എന്ന് പറയുന്നത് ഇൻഫോടെൽ ബ്രോഡ്ബാൻഡ് സർവീസ് ലിമിറ്റഡ് ആയിരുന്നു. ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് 2010 ജൂണിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനി സ്വന്തമാക്കുകയും തുടർന്ന് റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡ് എന്ന പേരിലേക്ക് മാറ്റി അവർ ഒരു ഇന്റേണൽ ടെലികോം ഓപ്പറേഷൻസ് തുടങ്ങുന്നു. മറ്റുള്ള ടെലികോം ഓപ്പറേറ്റേഴ്സിനെ പോലെ 2G അല്ലെങ്കിൽ ഒരു 3G അപ്ഗ്രേഡേഷൻ കൊണ്ടുവരാതെ ഡയറക്റ്റ് ആയി തന്നെ 4G അപ്ഗ്രേഡേഷന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് 2016 ഒഫീഷ്യലായി ഇന്ത്യയിൽ ജിയോ ലോഞ്ച് ചെയ്തു. അതും അന്ന് വരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഒരു വമ്പൻ ടെലികോം ഓഫേഴ്സുമായിട്ടാണ് അവർ വന്നത്. 2025 റിപ്പോർട്ട് നോക്കിയാൽ 400 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സുമായി റിലയൻസ് ജിയോ ഇന്ത്യയിലെ ഒരു ടോപ്പ് ടെലികോം നെറ്റ്വർക്ക് ഓപ്പറേറ്റർ ആണ്. ഈ തുടക്കം ടെലികോം ഓപ്പറേറ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഒരു ടാക്സിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, അത് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പെക്ട്രം യൂസേജ് ചാർജിനെ പറ്റി തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങും. ഉപയോഗിക്കുന്ന ബാൻഡ് അനുസരിച്ച് അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂവിന്റെ 3 to 5% ആണ് ഇവിടെ ചാർജ് വരുന്നത്. രണ്ടാമത്തേത് ലൈസൻസ് ഫീ ആണ്. ഡിഫറെന്റ് റീജിയൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അനുമതിക്കായാണ് ഈ ചാർജ് ഈടാക്കുന്നത്. ഇത് ഏകദേശം അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂവിന്റെ 8% വരും. മൂന്നാമതായിട്ട് GST. ഇത് ടെലികോം സർവീസിന് മേൽ കസ്റ്റമേഴ്സിൽ നിന്നും ഈടാക്കുന്നു. ഓപ്പറേറ്റേഴ്സ് അത് ഗവൺമെന്റിലേക്ക് തിരിച്ചടയ്ക്കുന്നു. 18% ഇവിടെ ടാക്സ് വരുന്നത്. നാലാമതായിട്ട് റൈറ്റ് ഓഫ് വേ ചാർജസ്. പബ്ലിക് സ്പേസിലേക്കുള്ള കേബിൾസിനും ടവേഴ്സിനും മേലുള്ളതാണ്. അതായത് സ്റ്റേറ്റിലെ ലോക്കൽ അതോറിറ്റീസ് ആകും ചാർജ് തീരുമാനിക്കുന്നതും ഈടാക്കുന്നതും. അഞ്ചാമത് റെഗുലേറ്ററി ഫീ. റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് ടെലികോം സെക്ടേഴ്സിനെ കൺട്രോളും സൂപ്പർവൈസും ചെയ്യുന്ന ട്രയക്കും അതുപോലെ തന്നെ ലൈസൻസ്, സ്പെക്ട്രം അലോക്കേഷൻസ്, പോളിസീസ്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ഡോട്ടിനുമാണ് റെഗുലേറ്ററി ഫീ ടെലികോം ഓപ്പറേറ്റേഴ്സ് നൽകേണ്ടി വരിക. ആറാമത് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട്. ഇതൊരു ടാക്സ് അല്ല, റൂറൽ ഏരിയയിലേക്കുള്ള ടെലികോം സർവീസിന്റെ എക്സ്പാൻഷന് വേണ്ടി നൽകേണ്ട ഒരു മാൻഡേറ്ററി കോൺട്രിബ്യൂഷൻ ആണ് USOF. പിന്നീട് വരുന്നത് ഇൻകം ടാക്സും കസ്റ്റമർ ഡ്യൂട്ടിയുമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് മിക്ക ടെലികോം സർവീസിനും ഓരോ തവണയും ഈ പ്രൈസ് അധികമാകുന്നു എന്നുള്ളത്. ഇത്തരത്തിലുള്ള ചാർജസ് നൽകുന്നതിനൊപ്പം ടെലികോം ഓപ്പറേറ്റേഴ്സ് 4G സർവീസിൽ ഇന്ത്യയിൽ എക്സ്പാൻഡ് ചെയ്യാൻ ഭയപ്പെട്ടതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഷോർട്ട് ടൈമിൽ റവന്യൂ ചെയ്യുന്നത് സാധ്യമല്ലായിരുന്നു. റവന്യൂ ജനറേറ്റ് ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സിന് അധിക ചാർജിൽ സർവീസ് നൽകേണ്ടി വരും. അങ്ങനെ വന്ന ട്രയറുടെ ഇടപെടൽ ഉറപ്പായിട്ടും ഉണ്ടാകും. സോ കോമ്പറ്റേറ്റർ ഇല്ലാത്ത ആ ഒരു മാർക്കറ്റ് അവിടെ ഓപ്പൺ ആയിട്ട് തന്നെ കിടന്നു. പിന്നീട് ഈ നേരത്തെ പറഞ്ഞതുപോലെ റിലയൻസ് ഗ്രൂപ്പ് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ പ്രതിസന്ധികൾ അവർക്ക് മുമ്പിലും ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഫോക്കസ് ചെയ്തത് ഷോർട്ട് ടൈം റവന്യൂ നിന്നും ഒരു ലോങ് ടൈം മാരത്തോൺ റണ്ണിലേക്കായിരുന്നു. തുടക്കം പറഞ്ഞതുപോലെ തന്നെ പാൻ ഇന്ത്യ സ്പെക്ട്രം ലൈസൻസ് ഓൾറെഡി ഉള്ള ഒരു കമ്പനി അവർ സ്വന്തമാക്കുകയാണ്. ശേഷം ഡയറക്റ്റ് ആയി 4G മാർക്കറ്റിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നു. ഏകദേശം 1.5 ലക്ഷം കോടിയോളം രൂപ അവർ ടവേഴ്സിനും ഫൈബർ കണക്ഷൻസ്, നെറ്റ്വർക്ക്, ആർക്കിടെക്ചർ തുടങ്ങിയവ വേണ്ടി ചെലവാക്കിയാണ്. ലോഞ്ച് ചെയ്തതിനു ശേഷം കോമ്പറ്റേറ്റേഴ്സിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവരുടെ ഒരു 4G മാർക്കറ്റിൽ അപ്പോൾ കോമ്പറ്റേറ്റേഴ്സ് ഇല്ല കേട്ടോ. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മാസങ്ങളോളം ഫ്രീ ഡാറ്റയും വോയിസ് കോളും നൽകി. ഇതുവഴി മില്യൺസ് ഓഫ് യൂസേഴ്സിനെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അതിനൊപ്പം എല്ലാ സാധാരണക്കാരനും 4G ഉപയോഗം കുറഞ്ഞ ചെലവിൽ സാധ്യമാക്കാനായിട്ട് ജിയോ കോമ്പാക്റ്റബിൾ 4G കീപാഡ് ഹാൻഡ്സെറ്റും അവർ ലോഞ്ച് ചെയ്തു. മറ്റൊരു സ്ട്രാറ്റജിക്കൽ പ്ലേ എന്തെന്നാൽ മറ്റുള്ള ടെലികോം ഓപ്പറേറ്റേഴ്സിന്റെ ഒപ്പം സർവീസിൽ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കോമ്പീറ്റ് ചെയ്യാതെ ഒരു ജിയോ എക്കോസിസ്റ്റം തന്നെ ബിൽഡ് ചെയ്തുകൊണ്ട് ആപ്സ്, എന്റർടൈൻമെന്റ്, പേയ്മെന്റ്സ് തുടങ്ങിയവയിലൂടെ റവന്യൂ ജനറേറ്റ് ചെയ്തു. ജിയോ is not just 2G, 3G or 4G. It's an ecosystem that will prepare India
for a digital world. അംബാനി ഗ്രൂപ്പിൽ നിന്നുള്ള പൊളിറ്റിക്സിനോട് നമ്മളിൽ പലർക്കും തന്നെ യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാകാം. പക്ഷേ ഈ റിലയൻസ് ജിയോയുടെ ലോഞ്ചിങ് ഇന്ത്യയിൽ ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത്. ഡിജിറ്റൽ റവല്യൂഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ പേയ്മെന്റ്സ്, എന്റർടൈൻമെന്റ്സ്, ഇ കൊമേഴ്സ് തുടങ്ങി പല മേഖലകളുടെയും വളർച്ചയ്ക്ക് ആ ഒരു റവല്യൂഷൻ തന്നെ കാരണമായി. എന്തിനേറെ ഇന്ത്യയിൽ പല സ്റ്റാർട്ടപ്സ് പോലും ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഈ റവല്യൂഷൻ ഇനിയും അവസാനിച്ചിട്ടില്ല. കാരണം ഇന്ത്യയുടെ ടാഗ് ഇപ്പോഴും ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്ന് തന്നെയാണ്. സോ ലെറ്റ്സ് യുണൈറ്റ് ആൻഡ് ബിൽഡ് ടുഗദർ ടു വെൽക്കം the dawn of a developed nation. Have a nice day.